ഇവിടെ തന്നെയാണോ? ആ, അവിടെ തന്നെയാ. അവിടെ തന്നെ ആയിരിക്കും. ആയിരിക്കുന്നു. ഇന്നലെ രാത്രി തന്നെ വന്നു നോക്കാന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ എല്ലാവർക്കും പേടി. പിന്നെ പാതിരാത്രി വന്നു നോക്കാന് നിനക്ക് ആ ലൈറ്റ് കണ്ടപ്പോ തന്നെ ഞങ്ങൾ വിളിച്ചാ പോരായിരുന്നോ? എന്താ പറഞ്ഞ? കുന്തം. സമയം പോകുന്തോറും നിക്കിനെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാവും. അവൾ അപ്പൊ തന്നെ വിളിച്ചല്ലോ. നമ്മൾ എണീറ്റപ്പത്തേനും ലൈറ്റ് പോയതല്ലേ. ശേ, അറിയാതെ ഉറങ്ങിയും പോയി. ശേ അമ്മ, നമുക്ക് ഇവിടെ ഒന്ന് മാന്തി നോക്കിയാലോ? നോക്കാം. ഇന്ന് രാത്രിക്ക് മുന്നേ അത് കണ്ടുപിടിച്ചാലേ നമുക്ക് നിക്കിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. നീ പോയിട്ട് ആ തൂമ്പ് എടുത്തോണ്ട് വാ. ഓക്കെ. അല്ലമ്മ, മാമൻ പോയ കാര്യം എന്തായി? മാമൻ എങ്ങട്ടാ പോയത്? എങ്ങട്ടാ പോയതെന്നറിയില്ല. പക്ഷെ പോയത് അവരെ പറ്റി അന്വേഷിക്കാനാ. കല്യാണിക്കും കുട്ടികൾക്കും എന്തു പറ്റിയെന്നറിയാൻ. എന്തായി പോയ കാര്യം? മാമൻ പറഞ്ഞ പോലെ മില്ലോസ് പോയി. അവരെ കണ്ടു. അവര് നോക്കിയിട്ട് 2 ദിവസത്തിൽ പറയാന്നാ പറഞ്ഞത്. അവിടെ എന്തെങ്കിലും കാണാതിരിക്കില്ല. എന്നാലും അമ്മാവന് എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? അവരെ പറ്റിയോ അവരെ ബന്ധുക്കളെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും? അവരെ വേറെ എവിടുന്നോ താമസം മാറി വന്നവരാ. കിഴക്കേക്കര ശങ്കരനല്ല അവരുടെ കാര്യം. ശങ്കരൻ? യെസ്, അമ്മാവനറിയോ ശങ്കരനെ? ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അച്ഛനെ കാണാൻ അടിക്കടി വീട്ടിൽ വരാറുണ്ടായിരുന്നു. ആളിപ്പോഴുണ്ട്. അത് ശരി. അയാൾ മരിച്ചിട്ട് ഇപ്പം എത്ര കാലമായി? എൻ്റെ കുട്ടിക്കാലത്തേ അയാൾക്ക് 10-60 വയസ്സ് പ്രായമുണ്ട്. അപ്പം മരിച്ചിട്ട് കുറേ കൊല്ലങ്ങളായിരിക്കും. അയാളെ കുടുംബത്തിലാരെങ്കിലും? അയാൾക്ക് ഒരു മകനുണ്ട്, രവീന്ദ്രൻ. വേറെ ആരും ആ കുടുംബത്തിലില്ല. രവീന്ദ്രൻ? അയാളിപ്പോൾ എവിടെ കാണും? ഓനവിടെ വീട്ടിൽ കാണും. അയാൾ ഒറ്റയ്ക്കാ താമസം, കല്യാണം കഴിച്ചില്ല. അയാളെ കണ്ട എന്തെങ്കിലും വിവരം കിട്ടും? സാധ്യതല്ല. നീ വേണമെങ്കിൽ ഒന്ന് പോയി നോക്ക്. എന്നാ ഒന്ന് പോയി നോക്കാം. എവിടെയാണ് വീട്? ഈ കവുങ്ങുന്തോട്ടം കഴിഞ്ഞാൽ ഒരു പാടം കഴിഞ്ഞാൽ അടുത്ത തെങ്ങും തോട്ടം കഴിഞ്ഞാൽ ഒരു റബ്ബർ കാണും. ആ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ പഴയ വീട് കാണും. അതാണ് അവൻ്റെ വീട്. എന്തായാലും ഞാൻ അവിടെ കൂടെ ഒന്ന് പോയി നോക്കാം. വിവരം കിട്ടിയാലോ? പിന്നെ സൂക്ഷിക്കണം. ആൾ താമസമില്ലാത്ത ഏരിയ. പിന്നെ നിനക്ക് വിശ്വാസം കാണൂല, പക്ഷെ പല ദുർമാർഗങ്ങളും നടന്ന സ്ഥലമാണ്. പലതും കണ്ട് പേടിച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഓരോരോ കഥകള്. ഒരു തേങ്ങയില്ലേ തെങ്ങിന്റെ ചോട്ടില്? ഇനി ഞാൻ മാന്താം. കാലെ തട്ടാതെ കളക്കണം കേട്ടോ. ഇത് നടപടിയാവുന്നു തോന്നുന്നില്ല. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ ദേവു. അതെ, ഒരു മരത്തിൽ തട്ടണ പോലെ. ഇതെന്താ സാധനം? ഇതിന്റെ അടിയിൽ എന്തോ ഉണ്ട്. അത് നമ്മൾ അന്വേഷിക്കുന്ന സാധനം തന്നെ ആവാനാണ് സാധ്യത. എന്നാൽ നമുക്കിത് തൂമ്പയും കൊണ്ട് കുത്തിപ്പൊട്ടിക്കാം. വേണ്ടമ്മ, ഇതങ്ങനെയല്ല തുറക്കേണ്ടത്. ഇവിടെ ആരുമില്ലേ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഇങ്ങോട്ട് കയറി പോരാ, ഞാൻ അകത്തുണ്ട്. അവിടെ അല്ല, ഈ കോണി കയറിയിട്ട് മുകളിലോട്ട് വരാ.
എന്താ മടിച്ചിക്കണ? ഇങ്ങോട്ട് പോരൂ. ആരാ? അത് ശരി, നിന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആരാന്നോ? രവിയേട്ടനാണോ? അതെ, രവിയന്നെ. നിങ്ങളാരാ? ഞാൻ അർജുൻ. അല്ല, അപ്പൊ എന്നെ മോളിന്ന് വിളിച്ചത്? ആ, അത് താനും കേട്ടൂലേ. പഴയ വീടല്ലേ, അങ്ങനെ പലതൊന്നും കേട്ടൊന്നും വരും. അത് കേട്ടിട്ട് പോവാൻ നിൽക്കരുത്. ഇങ്ങോട്ട് ഇറങ്ങി വാ. അർജുന എവിടുന്നാ? എന്താ പിന്നെ തേടി വരാൻ കാര്യം? ഞാൻ അക്കരെയുള്ളതാ, വിജയന്റെ മോൻ. വടക്കേക്കളത്തിലെ വിജയന്റെ മകനോ? അതെ. ആ, ഇരിക്കുക. അയാൾക്ക് മക്കളുണ്ടോ? ഒറ്റത്തടിയായിരുന്നല്ലോ. അല്ല, വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്തായിരുന്നു? അത് എൻ്റെ ചേച്ചി ഫാമിലി താമസിക്കുന്നത് പൂക്കോട്ടുംപാട ഏരിയയിലാണ്. അതിന് മുമ്പ് അവിടെ താമസിച്ചവരെ കുറിച്ച് അറിയാനാ ഞാനിങ്ങോട്ട് വന്നത്. അതിപ്പോ ഞാനെന്താ പറയുക, എനിക്ക് എന്താ അറിയാ? ആ വീട്ടിലെ പഴയ കാര്യസ്ഥൻ രവിയേട്ടൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു. ആ തെങ്ങുംതോട്ടത്തിന്റെ അടുത്തുള്ള വളവിൽ വീടാ? ആ അതെ. ആ വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ജീവഹാനി വല്ലതും ഇതിന്റെ ഇടയിൽ നടന്നോ? ഇല്ല, ഞങ്ങളൊരു പട്ടിക്കുട്ടിനെ കാണാനില്ല. എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, പണ്ട് മുതലേ വലിയ പ്രശ്നമുള്ളൊരു വീടാ അത്. എൻ്റെ അച്ഛനുള്ള കാലത്താണ് അവിടുത്തെ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടത്. രമേശ് അല്ലേ? പേരെനിക്കറിയില്ല, എന്തോ ആണ്. അവിടെ ഭാര്യ മക്കളും പിന്നീട് എവിടെ പോയെന്ന് അറിയോ? അവര് നാട് വിട്ട് പോയി എന്നാ അച്ഛൻ പറഞ്ഞൊരു ഓർമ്മയും. അതിനുശേഷം ഒരു 5-6 മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ അച്ഛനും മരിച്ചു. ആ വീട്ടിൽ വെച്ചിട്ട് ആ വിഷമത്തിൽ അമ്മയും കിടപ്പിലായി. അധികം താമസിയാതെ ആ അമ്മയും. ആ നാട് വിട്ടുപോയവര് പിന്നീട് എവിടെയെന്ന് വല്ല വിവരവും കിട്ടിയോ? ആരന്വേഷിക്കാൻ? എന്തിനാ അന്വേഷിക്കണേ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങി, വേറെ എന്തെങ്കിലും വഴി കിട്ടോ നോക്കട്ടെ. ശരി, എന്നാ എന്തെങ്കിലും വിവരം കിട്ടിയാച്ചാൽ ഞാൻ അറിയിക്കാം. ഇതായിരിക്കും ആ ഗോസ്റ്റ് പറഞ്ഞ ഡയറി. പക്ഷെ ഇതെന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. വല്ല വീഡിയോയിലും ആയിരിക്കും. ചിരിക്കണ്ട, ഞാൻ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയത്. പണ്ടത്തെ എന്തോ പത്രവാർത്തകളാണല്ലോ. സ്വർണവും പണവും കൊള്ളയടിച്ചു. നിലമ്പൂർ കോലോത്തുമുറി അനന്തൻ നമ്പ്യാരുടെ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കൊള്ളയടിച്ചു. 150 പവൻ സ്വർണവും 1200 രൂപയും ഉണ്ടായിരുന്നു. ഈ ന്യൂസ് ഒക്കെ എടുത്തു വെക്കാൻ എന്താവും കാരണം? എന്തെങ്കിലും കാരണം കാണും, അല്ലെങ്കിൽ ഇതൊന്നും ഇത്ര ഭദ്രാക്കി എടുത്തു വെക്കില്ലല്ലോ. ശേഖരവർമ്മ കൊലപാതകം, പ്രതികളെ തിരയുന്നു. നിലമ്പൂർ കോവിലകത്തെ ശേഖരവർമ്മയുടെ കൊലപാതകത്തിന്റെ പ്രതികളെ പോലീസ് അന്വേഷിക്കുന്നു. കഴിഞ്ഞ മീനം 9-നാണ് വീട്ടിൽ തനിച്ചായിരുന്ന ശേഖരവർമ്മയെ കൊലപ്പെടുത്തി കൊലയാളികൾ പണവും ആഭരണങ്ങളും കവർന്നത്. വീണ്ടും മോഷണം, പക്ഷെ ഇപ്രാവശ്യം കൊലപാതകവും കൂടെ ഉണ്ട്. ദേ വേറൊരെണ്ണം കൂടി ഉണ്ടല്ലോ. അതും മോഷണമായിരിക്കും. അല്ല, ഇത് വേറെയാ, കാണാനില്ല. വലിയ വ്യവസായിയും രാഷ്ട്രീയ പ്രമുഖനുമായ പൂവത്തിങ്ങൽ ഖാദറിനെയും കുടുംബത്തെയും കഴിഞ്ഞ ബുധനാഴ്ച മുതൽ കാണാനില്ല. അപ്പൊ ഇതും മോഷണമല്ല. കൊലപാതകവും അല്ല, പക്ഷെ ഈ 3 പത്ര കട്ടിങ്സും ഇവര് സൂക്ഷിച്ചു വെച്ചത് വെറുതെ ആവില്ലല്ലോ. അതെ, ഈ ന്യൂസുകൾക്കും ഇവർക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ദേ എല്ലാത്തിലും ഡേറ്റ് എഴുതിയിട്ടുണ്ട്. ഫെബ്രുവരി 10, 1957, ഡിസംബർ 20, 1959, ജൂൺ 10, 1960.
ഇത് പത്രത്തിൽ ന്യൂസ് വന്ന ഡേറ്റ് ആയിരിക്കും. അതെ. ഇനി ഈ ഓൾഡ് ഡയറി തുറന്നാലോ? ഇതിലായിരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. യെസ്, ഇതും കൂടെ വായിക്കുന്നതോടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. തുറക്കമ്മ ഡയറി. അർജുൻ കൂടെ വന്നിട്ട് വായിച്ചാ പോരെ? അതിന് കാത്തുനിന്ന് നമ്മുടെ സമയം പോവും. നമുക്ക് ആദ്യം വായിക്കാം. അതെ അമ്മ, നമുക്ക് വായിക്കാം. രഹസ്യം പറയുന്ന വീട്. ഓഗസ്റ്റ് 15, 1960. ഇത് മറ്റേ ഡയറിയിലെ സെയിം ഡേറ്റ് ആണല്ലോ. അതെ. അടുക്കളപ്പണിക്ക് സഹായിക്കുന്ന സാവിത്രിയോട് ഒറ്റയ്ക്ക് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ മന്ത്രിക്കുന്നതെന്ന്. ആദ്യമൊക്കെ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറിയെങ്കിലും അവസാനം അവളത് പറഞ്ഞു. ഇതൊരു പ്രേതബാധ ഉണ്ടായിരുന്ന വീടാണെന്ന്. ഒരേ ഡേറ്റിന് 2 ഡയറിയോ? അടുത്ത ചോദിച്ചേ. ഓഗസ്റ്റ് 29, 1960. ഇന്ന് രാത്രി തട്ടിൻ മുകളിലെ കാലൊച്ചകൾ കേട്ടാൽ കയറി നോക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഞാൻ അറിയാതെ മയങ്ങിപ്പോയി. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ മുകളിലേതോ വീഴുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. ഓടി മുകളിൽ ചെന്നപ്പോൾ ജനൽ വഴി ആരോ പുറത്തേക്ക് ചാടി ഇരുട്ടിൽ മറയുന്നത് ഞാൻ കണ്ടു. ദൈവം, നിനക്ക് സംഗതി മനസ്സിലായോ? ഇല്ല, എന്താ? ദിയമോള് പോയിട്ട് ആ ഡയറി എടുത്തിട്ട് വാ, ആ മേശപ്പുറത്തുണ്ട്. കണ്ടോ, ഈ ഡയറി എഴുതി തീരുന്നിടത്താണ് ഈ ഡയറി എഴുതി തുടങ്ങുന്നത്. നോക്ക്, വായിച്ചു നോക്ക്. കണ്ടോ? ശരിയാണല്ലോ. അടുത്ത പേജും കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓഗസ്റ്റ് 30. ഇന്നത്തെ ദിവസം സംഭവബഹുലമായിരുന്നു. രാവിലെ പട്ടണത്തിൽ പോയി തിരികെ വരുന്ന വഴി രമേശേട്ടനെ ആരോ ആക്രമിക്കാൻ ശ്രമിച്ചു. രമേശേട്ടൻ ഓടി രക്ഷപ്പെട്ടു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഞങ്ങളുടെ വളർത്തുനായ ബ്രൗണി കരയുന്നത് കേട്ടു. ഓടിച്ചെന്നപ്പോൾ അവനെ ആരോ ആക്രമിക്കുന്നത് കണ്ടു. ഞങ്ങളെ കണ്ട് അവർ ഓടിപ്പോയി. ഞങ്ങളെയും ബ്രൗണിയെയും ആരോ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അന്ന് ഞങ്ങൾ 2 കാര്യങ്ങൾ ചെയ്തു. അക്രമികളെ വഴി തെറ്റിക്കാൻ ഞാനൊരു കള്ള ഡയറി എഴുതി തുടങ്ങി. രമേശേട്ടൻ ബ്രൗണിയെ ഒരു രഹസ്യ താവളത്തിൽ ഒളിപ്പിച്ചു. ശേഷം ഞാൻ ആ ഡയറി എഴുതാൻ തുടങ്ങി. അപ്പാ നായ ചത്തിട്ടില്ലേ? കാണാതായിട്ടില്ലേ? അപ്പൊ നിക്ക്. ഓ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എങ്ങോട്ടേ കഥയുടെ പോക്ക്? അപ്പൊ അതാണ് ആ ഗോസ്റ്റ് പറഞ്ഞത്, ഡയറി കിട്ടിയാ നിക്കിനെ രക്ഷിക്കാൻ പറ്റുന്ന. പക്ഷെ എങ്ങനെ രക്ഷിക്കും? ബ്രൗണിയെ രഹസ്യ താവളത്തിൽ ഒളിപ്പിച്ചു എന്നല്ലേ ഉള്ളൂ, എവിടെയാന്നില്ലല്ലോ. അത് ബാക്കി വായിക്കുമ്പോ മനസ്സിലാവുമായിരിക്കും. ഓഗസ്റ്റ് 31. ബ്രൗണിയെ ഒളിപ്പിച്ച് രമേശേട്ടൻ രാവിലെ തിരിച്ചു വന്നു. ഉച്ചയ്ക്ക് ശങ്കരേട്ടൻ വന്നു ഒരു ദുഃഖവാർത്ത പറയാൻ. എൻ്റെ സഹോദരനെയും ആരോ ആക്രമിച്ചു. പച്ചക്കറികൾ വിൽക്കാൻ ചന്തയിലേക്ക് പോയപ്പോഴായിരുന്നു ആക്രമണം. അവർ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരെയായി ആക്രമിക്കുകയാണ്. രക്ഷപ്പെടാൻ എന്താണ് ഒരു വഴി? ദേ വീണ്ടും ടെസ്റ്റ്. നമ്മൾ ആദ്യം വായിച്ചതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഇത്. നെക്സ്റ്റ് പേജ് വായിക്ക്. സെപ്റ്റംബർ 1. കള്ള ഡയറിയിൽ ചില മാറ്റങ്ങൾ വരുത്തി ഞാൻ എഴുതി. ശേഷം രമേശേട്ടനും ഞാനും ഒരു യാത്ര പുറപ്പെട്ടു, എൻ്റെ സഹോദരനെ രക്ഷിക്കാൻ. ബ്രൗണിയെ ഒളിപ്പിച്ചെടുത്ത് തന്നെ അവനെയും ഒളിപ്പിക്കാനാണ് തീരുമാനം. വേറെയും ചിലത് ചെയ്ത് തീർക്കാനുണ്ട്. ഇനിയുള്ള ദിനങ്ങൾ വളരെ നിർണായകമാണ്. അപ്പൊ അവരുടെ സഹോദരൻ കൊല്ലപ്പെട്ടിട്ടില്ല, ബ്രൗണിക്കൊന്നും സംഭവിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ നിക്കി എവിടെ? അർജുൻ ആക്രമിച്ച ആ അജ്ഞാത ജീവി ഏതാണ്? ആർക്കറിയാം? നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. നീ ബാക്കി വായിക്കേ. സെപ്റ്റംബർ 8. ഇന്ന് ഞങ്ങൾ തിരിച്ചെത്തി. വന്നയുടൻ ഞാൻ നോക്കിയത് കള്ള ഡയറിയാണ്. പ്രതീക്ഷ തെറ്റിയില്ല. ഡയറി സ്ഥാനം മാറിയിരിക്കുന്നു. എൻ്റെ ഊഹം പോലെ തന്നെ ആരോ എൻ്റെ ഡയറി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കള്ള ഡയറിയിൽ ഞാൻ എഴുതിയിരുന്ന കഥയിലെ ബ്രൗണിയെ ഞാൻ ഇന്ന് കൊല്ലും, എൻ്റെ സഹോദരനെ കൊന്ന പോലെ. യെസ്, ഇല്ല,
നിക്കി മരിച്ചിട്ടില്ല. നമ്മുടെ നിക്കി മരിച്ചിട്ടില്ല. അതെ. അടുത്ത പേജ് നോക്കാം. സെപ്റ്റംബർ 9 രാത്രി തട്ടിൻ പുറത്ത് കയറുന്നവനെ പിടിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കുട്ടികളെ ഉറക്കി മുറ്റത്തെ ഇരുട്ടിൽ ഞങ്ങൾ പതുങ്ങിയിരുന്നു. കൗങ്ങിന്റെ മുകളിൽ ഒരു ശബ്ദം കേട്ടാണ് ഞാൻ നോക്കിയത്. ഒരു കൗങ്ങിൽ നിന്നും മറ്റൊന്നിലേക്ക് പകർന്നിറങ്ങി അയാൾ വീടിന്റെ മുകൾ നിലയിലെ ജനലിലേക്ക് കയറുന്നത് ഞങ്ങൾ കണ്ടു. ഇന്ന് പൗർണമിയായിരുന്നു. ചന്ദ്രന്റെ തെളിഞ്ഞ നിലാവെളിച്ചത്തിൽ ഒരു നടുക്കത്തോടെ ഞങ്ങൾ അയാളെ തിരിച്ചറിഞ്ഞു. ഞങ്ങളുടെ കാര്യസ്ഥൻ ശങ്കരേട്ടൻ. എന്ത് പറ്റി? എന്തായി? ആ ഡയറി തെളിവ് കിട്ടിയോ? ആ കിട്ടി. ഞങ്ങളത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാ അത് വായിക്കരുത്, അടച്ചോക്കെ. അത് അടച്ചോക്കെ. അതെന്താ? ഞങ്ങൾ കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അതൊക്കെ നാളെ സൂര്യ ഉദിച്ച ശേഷം പറയാം. സൂര്യാസ്തമയത്തിന് ശേഷം നിങ്ങൾ ഈ ഡയറി വായിക്കരുത്. അതിന് സൂര്യൻ അസ്തമിച്ചില്ലല്ലോ, പിന്നെന്താ? ഇല്ല, പക്ഷേ അതിനുമുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ പറ, എന്താ കാര്യം? അന്വേഷിക്കാൻ പോയ വല്ലതുമാണോ? അല്ല, അതല്ല, അതിലേറെ വലിയൊരു കാര്യമാണ്. ഇന്നലെ ഞാൻ വില്ലേജിൽ പോയ ശേഷം ഇന്ന് രാവിലെ ഞാൻ അമ്മാവനെ കണ്ടു. അവിടെ നിന്ന് തിരിച്ചു വന്നു. ആ വീടിന്റെ പിന്നിലെ വഴിയിലൂടെയാണ്. ഓർമ്മവശത്തെത്തിയപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു. ആളുകൾ വരുമ്പോ അവരെ പിടിച്ച് മറ്റു കയറ്റരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ക്ഷമിക്കണം, ഞാനത് മറന്നുപോയി. രവിയേട്ടന്റെ ശബ്ദമായിരുന്നത്. ആരോടാണ് ആൾ സംസാരിക്കുന്നത്? ഞാൻ നേരത്തെ കേട്ട ശബ്ദം തന്നെയാണോ അത്? എനിക്ക് സംശയമായി. ആ സംശയം തീർക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. മേലാലിത് ആവർത്തിക്കരുത്. ക്ഷമിക്കണം, ആ വന്നത് അയാളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം.